പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സെക്കൻഡ് സെമസ്റ്റർ BBA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു സബ്ജക്റ്റാണ് ഫൗണ്ടേഷൻസ് ഫോർ ബിസിനസ് അനലിറ്റിക്സ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് പ്രഡിക്ഷനാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതിൻ്റെ കൂടെ തന്നെ സ്ക്രീനിൽ കാണാത്ത കുറച്ച് ക്വസ്റ്റ്യനും കൂടി ഞാൻ പറയും, അതും കൂടി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അഭിജിത് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഓക്കെ, നമുക്ക് ഇത് നോക്കാവുന്നതാണ്. ഒന്നാമത്തത് മൊഡ്യൂൾ 1 ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. മൊഡ്യൂൾ 1 വൈ ബിസിനസ് അനലിറ്റിക്സ്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതിൻ്റെ ടൈപ്സിലേക്കും പോകാവുന്നതാണ്. വൈ ബിസിനസ് അനലിറ്റിക്സ്, ടൈപ്സ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്, എന്തുകൊണ്ട് ബിസിനസ് അനലിറ്റിക്സ്. സെക്കൻഡ് ചോദിക്കുന്നത് പ്രോബബിലിറ്റി ബേസ്ഡ് പ്രോബ്ലം. അതിൽ ബയസ് ചോദിക്കാം, അല്ലെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള പ്രോബബിലിറ്റിയുടെ പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മൊഡ്യൂൾ 2 പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്, അത് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു 90-95% ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും എന്ന് പറയാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൾ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും ചോദിക്കാം, അല്ലെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നും ചോദിക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് പ്രോബ്ലം ഞാൻ ഈ മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടെസ്റ്റുകളുണ്ട്, കുറച്ച് ടെസ്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ട തിയറി ക്വസ്റ്റ്യനും നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിൻ്റെ ടൈപ്സ്. ചിലപ്പോൾ ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിങ് ചോദിക്കാം. അതിനെ രണ്ട് രീതിയിൽ വേറെ രണ്ടെണ്ണമായിട്ട് തരംതിരിക്കാൻ പറ്റുമല്ലോ. ടൈപ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്, ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിൻ്റെ ഒരു ടൈപ്പാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്. അതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തതാണ് ഇതിലുള്ള ടൈപ്സുകൾ. ഓക്കെ, ഇനി കോറിലേഷൻ ബേസ്ഡ് പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. റിഗ്രഷൻ ബേസ്ഡ് പ്രോബ്ലം, ഇതിലേതെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ടൈപ്സ് ഓഫ് കോറിലേഷനും നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കോറിലേഷൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ റാങ്ക് കോറിലേഷൻ പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മൊഡ്യൂൾ 4 നിന്ന് കോമ്പണൻസ് ഓഫ് ടൈം സീരീസ് ഒരു ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേഷൻ്റെ പ്രോബ്ലം, ലാസ്റ്റ് ഇയേഴ്സ്, പാസ്റ്റ് ഇയേഴ്സ്, കെല്ലീസ്, അങ്ങനെ കുറേ ഫിഷേഴ്സ്, ഇതിൽ നിന്ന് ഒരു ഇൻഡെക്സ് നമ്പർ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു.